എന്തുവാടാ അതിന്റെ പേര്? നീ ഒരാഴ്ച വന്നിട്ടില്ലേ? എന്തുവാടാ അതിന്റെ കേസ്? ഇതാരാണ്? ഒരു കുട്ടി കിടക്കുന്നല്ലോ. മകനെ, മകനെ, എന്തിനാണ് മകനെ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നത്? എഴുന്നേൽക്ക്. വാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായി. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. എന്താ ഫാദർ ഞാൻ വരാൻ പറഞ്ഞത്? വർക്കിയുടെ അനുജത്തി മറിയാമ്മ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയാമോ? ഇത് പറയാനാണോ ഫാദറിനെ വിളിച്ചത്? എനിക്ക് അവളെ കുറിച്ച് ഓർക്കാൻ കൂടി മനസ്സില്ല. അന്ന് അവളുടെ കല്യാണ ദിവസം ഒരു അന്യമതസ്ഥന്റെ കൂടെ അവളൊരു കത്ത് എഴുതി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അത് ഫാദറിന് അറിയാമല്ലോ. അതെല്ലാം എനിക്കറിയാം. മറിയാമ്മ മരിച്ചുപോയി. മറിയാമ്മ മരിച്ചു പോയെന്നു? എപ്പോൾ? ഫാദർ എങ്ങനെ അറിഞ്ഞു? അവൾ മരിക്കുന്നതിന് മുമ്പ് അവളുടെ മകന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിരുന്നു. അവൾ മരിച്ചാൽ ഇവിടെ വരണമെന്നും ഈ കത്ത് ഇവിടെ ഏൽപ്പിക്കണമെന്നും അവൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു. അവൻ എവിടെ ഫാദർ? മോനെ അനൂപ്, ഇതാരാണെന്ന് അറിയാമോ? ഇതെനിക്കറിയാം ഫാദർ, ഇതെന്റെ മാമനാ. അത് മോനെങ്ങനെ അറിയാം? മാമന്റെ അമ്മയുടെ പഴയ ഒരു ഫോട്ടോ ഇതിലുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ട്. മോനെ, മറിയാമ്മയ്ക്ക് എന്ത് പറ്റിയത്? അമ്മ സുഖമില്ലാതെ കടപ്പായിരുന്നു. ഇപ്പോൾ മകന്റെ അച്ഛൻ എവിടെ പോയി? അച്ഛൻ അമ്മയും എന്നെയും ഉപേക്ഷിച്ചിട്ട് പോയി. ഫാദർ, എന്റെ മോനെ ഞാൻ കൊണ്ടുപോവുകയാണ്. ചേട്ടാ 2 ചായ. ഉമ്മച്ചേ, വക്കീലും തോമസിന് 2 ചായ കൊടുത്തേ. ഷാജിയെ, ഒരു ചായ ഇങ്ങട്. ഓ, ചായ കുടിക്കാൻ വന്നേളൂ. വർക്കിച്ചാണ് ഞാൻ കാണാതിരുന്നേ. ഈ വർഷത്തെ പള്ളിപ്പെരുന്നാള് കഴിഞ്ഞ വർഷത്തേക്ക് ഗംഭീരമാക്കണം. നമുക്ക് വളരെ ഭംഗിയായി നടത്താം. ഞാൻ അതിനെ കുറിച്ച് അച്ഛനുമായിട്ട് ചർച്ച ചെയ്യാനിരിക്കുക. ചായ പിടി. ഷാജിയെ, എന്താടാ പൈസ? വക്കീലൊന്ന് കാണണം, വീട്ടിലൊന്ന് വരണേ. നല്ല മനുഷ്യനാ ഇല്ലയോ? അതല്ലേ 10 വർഷമായിട്ട് ഞാൻ അവരുടെ കുടുംബ വക്കീലായിട്ട് നിൽക്കുന്നത്. തീരുമാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. നിർത്ത്, നമുക്കൊരു വഴി ഉണ്ടാക്കാം. പെരുന്നാൾ നടത്തണം. പള്ളിപ്പണി ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് ചെറിയ രീതിയിൽ നടത്തിയാൽ പോലെ പള്ളിപ്പെരുന്നാൾ. അത് തോമസ് പറഞ്ഞ ശരിയാണ് ഫാദർ. വർഷത്തിൽ ഒരു തവണ വരുന്ന പള്ളിപ്പെരുന്നാളാണത്. അത് നല്ല രീതിയിൽ നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഷാജനം പറഞ്ഞത് 100% ശരിയാണ്. ഞങ്ങൾക്ക് ഈ പരിപാടി നടത്തിയേ പറ്റൂ. ഫാദർ, ഇപ്പം പറഞ്ഞ കളക്ക നമ്മളെ ചെറുപ്പക്കാരാ, ഇതിന് നടത്തിയാൽ വെക്കോ. ഫാദറെ, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ പള്ളിപ്പണി നടക്കുകയാണ്. പെരുന്നാൾ നടക്കുന്നത് ഞങ്ങൾക്ക് ഇടവകക്കാരും ഒരു ബുദ്ധിമുട്ടുമില്ല, പ്രയാസമില്ല. പക്ഷേ പെരുന്നാൾ നടക്കണം, അത് ഇടവകക്കാരുടെ ആവശ്യമാണ്, അത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് പള്ളിപ്പണി നടന്നോട്ടെ, പെരുന്നാൾ കൂടിയേ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ എന്താ തീരുമാനിച്ചിട്ട് എനിക്ക് ഇത്ര പറയാനുള്ളൂ. കർത്താവേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണ്ടേ? എന്റെ വ്യക്തിപരമായ അഭിപ്രായം, പള്ളിപ്പണി നടത്തിയതിനു ശേഷം പെരുന്നാളിനെ കുറിച്ച് ചിന്തിച്ചാൽ അതെ, ഭൂരിഭാഗം തീരുമാനിക്കും. അതല്ലേ അച്ഛൻ്റെ ഒരു ശരി. വർക്കിച്ചായ വന്നല്ലോ, ഇനി കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പറയട്ടെ. വർക്കിരിക്കെ, പള്ളിപ്പെരുന്നാളിനെ കുറിച്ച് വർക്കിയുടെ തീരുമാനം എന്താണ്?
ഫാദറെ, ഇവിടെ നടന്ന സംസാരമെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. ഈ വർഷത്തെ പള്ളിപ്പെരുന്നാള് എത്ര രൂപ ചെലവായാലും ഞാൻ നടത്തും. എല്ലാവർക്കും സന്തോഷമായല്ലോ. തൽക്കാലം നമുക്ക് പിരിയാം. ഇല്ലെങ്കിൽ പിന്നെ കരക്കാരുണ്ട് കരവൃത്തി അടക്കാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് നാണക്കേടായി പോയനെ. പിന്നെ വർഗിച്ച ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കും?